അനുവർത്തിക്കുന്ന നയ രീതികൾ എന്താണ് എന്ന് ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് നമ്മൾ ഹാർദവമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ബഹുമാനപ്പെട്ട വന്യവയോധികരായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് അവർകൾ നവ്വറല്ലാഹു മർക്കദു അവിടുത്തെ ഖബറല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ, ആ മഹാൻ വേദി പങ്കിട്ടു എന്നുള്ളൊരു വിഷയം. ഇപ്പൊ വേദി ആരും പങ്കിടുന്നില്ലേ? എവിടാണ് നിങ്ങൾ വേദി പങ്കിടാത്ത കൂട്ടരെ? നിങ്ങൾക്ക് എന്താണ് തലയിൽ ചോറില്ലേ? നിങ്ങൾ അന്ന് ഏതെല്ലാം സ്റ്റേജുകളിൽ പ്രസംഗിച്ച് നടന്നു, എന്തെല്ലാം പ്രസംഗിച്ച് നടന്നു? നൂനേരിയിൽ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ കയറി വന്നപ്പോ തടത്തോനാ ഞാന്. എന്തായിരുന്നു അവിടുന്ന് പറഞ്ഞത്? പാണക്കാട് തങ്ങന്മാരെ കുറിച്ചും സമസ്തന്റെ നേതാക്കന്മാരെ കുറിച്ചും എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്ക് പഴയ നിങ്ങളിപ്പോ സി ഡി ആയിട്ടാണ് നടക്കുന്നത്. ഞങ്ങളടുത്ത് പഴയ നിങ്ങൾ ഓഡിയോ കാസറ്റ് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഇറക്കാം. നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മളെ ഒരാളുണ്ടല്ലോ, എന്താ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, അയാളെ പഴയ ഒലക്ക മുക്കി എഴുതിയ കുറെ കഥല്ലേ, അതൊക്കെ നമുക്കൊന്ന് ഇറക്കാം. എന്നിട്ട് എന്തായിരുന്നു സമസ്തയും ഇതും തമ്മിലുള്ള. പിന്നെ നിങ്ങളെ സുപ്രസിദ്ധ നേതാവ് പേരോട് അബ്ദുറഹിമാൻ സഖാഫി, അദ്ദേഹം എത്ര സ്റ്റേജിൽ പ്രസംഗിച്ചു, ലീഗും ദീനും ഒന്നാണെന്ന് ശംസുൽ ഉലമ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമസ്തയെന്ന് ഇറങ്ങിപ്പോന്നത്. അങ്ങനത്തെ നിങ്ങളിപ്പോ ആരാണ്? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ലീഗിന്റെ വേദി നിങ്ങൾ കൈയടക്കല്ലേ? ലീഗിന്റെ നേതാക്കന്മാരെങ്കിലും ഇപ്പം പറയല്ലേ, ഞങ്ങൾ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഞങ്ങളെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗിന് തോന്നി ഞങ്ങളെ ഏറ്റവും വലിയതെന്ന്. ലീഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല കാന്തപുരമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും നടക്കൂലെന്ന്. ലീഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ കാന്തപുരം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ പത്രാധിപൻ ശ്രീ വേണുവിനോട് കാന്തപുരം പറയുന്ന ഈ അഭിമുഖം കേരളം മുഴുവനും വായിച്ചതാണ്. അത് ഞാനും കേട്ടു. അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു ഈ കാന്തപുരത്തിൻ്റെത് മുഴുവനും തട്ടിപ്പാണ്. കാരണം എന്താ, അന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കുന്നമംഗലത്ത് ആയിരങ്ങളെ സാക്ഷി നിർത്തി ശൈഖുന പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. സമസ്തയുടെ രാഷ്ട്രീയ നയം ഷെയ്ഖുന വിശദീകരിക്കുന്നു. അപ്പൊ ഷെയ്ഖുന എന്താ വിശദീകരിച്ച്? അന്ന് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമല്ല, ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു ബന്ധമല്ല. അതുകൊണ്ടാണ് പല സാധുക്കളും നിങ്ങളൊപ്പം കൂടിപ്പോയത്. നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. തിരിച്ചറിയുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒന്നും രണ്ടും എന്നല്ല, ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അബ്ദുൽ അസീസ് കാന്തപുരം മാത്രമൊന്നല്ല, ആയിരങ്ങൾ. കാന്തപുരത്തും ഭാവിയിൽ മാറ്റങ്ങൾ വരും. ഇപ്പൊ അവരൊക്കെ പലതിന്റെയും പേരിൽ നിങ്ങൾ പലതും കൊടുത്ത് അവരൊക്കെ ഇങ്ങനെ മിണ്ടാതാക്കിയത് നോക്കണ്ട. എന്നിത് നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ റിപ്പോർട്ടർ പത്രാധിപരോട് ശ്രീ വേണുവിനോട് എന്താ പറഞ്ഞത്? 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടിയത് ഞങ്ങളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിന് കിട്ടുന്ന സീറ്റ് വെറും 2-3 സീറ്റ്. അപ്പം മുസ്ലിം ലീഗായിട്ടുള്ള ഈ സംഘടനം കാന്തപുരം വിഭാഗമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അന്ന് മുസ്ലിം ലീഗിനെതിരെ കാന്തപുരം വിഭാഗം സ്റ്റേജുകളിൽ കൊടുവള്ളി അങ്ങാടിയിൽ പേരോട് പ്രസംഗിച്ച CD ഇപ്പോഴും കാസറ്റ്, ഓഡിയോ കാസറ്റ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ മുസ്ലിം ലീഗിനെ കുറിച്ച് ശ്രീ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ പ്രസംഗിച്ചത് എന്റെ കയ്യിലുണ്ട്. പാറന്നൂര് പ്രസംഗിച്ചതുണ്ട്, അണ്ടോൺ ഉസ്താദ് പ്രസംഗിച്ചതുണ്ട്, എല്ലാവരും പ്രസംഗിച്ചത് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾക്കത് മറന്നു. കാരണം ഇപ്പൊ നിങ്ങൾ ലീഗ് നിങ്ങൾക്ക് വലിയതാണെന്നോ അല്ലെങ്കിൽ ലീഗിനെ കൊണ്ടേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ നിങ്ങൾക്കിപ്പോ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ലീഗിനെ പൊക്കി പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പം അന്ന് ലീഗിന്റെ അടുത്ത് പ്രധാനമായി ഉയർത്തിയ ഒരാരോപണം, പല സ്റ്റേജിൽ വെച്ചിട്ട് ഇവരെ നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചത് ഞാനും അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഞാനും സ്വീകരിച്ചതാണ്. എന്താണ്? ലം യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇലംറഇൻ എന്ന ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് പേരോട് അബ്ദുറഹിമാൻ സഖാഫി മുതൽ അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഇപ്പോഴത്തെ അർശനി ഒന്നല്ല, അതിനേക്കാളും വലിയ ആൾക്കാരൊക്കെ ഒരുപാട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അന്നെന്താ പ്രസംഗിച്ചത്? നിങ്ങൾ സ്ത്രീകളെ മുന്നിൽ നിർത്തുന്ന ഒരു പാർട്ടിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലാണ്. മഹാനായ CH മുഹമ്മദ് സാഹിബ് ഒരു പത്രാധിപൻ, മംഗളം പത്രാധിപനോട് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ സിനിമയെക്കുറിച്ച് ചെറിയൊരു വാചകം പറഞ്ഞു. അന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു? സിനിമ ഹലാലാക്കിയ നേതാക്കന്മാരാണ് ഇവര്. ഇപ്പൊ നിങ്ങളെ നേതാവ് എന്താ സിനിമയെ കുറിച്ച് പ്രഖ്യാപിച്ചത്? മനസ്സിലാക്കണം നിങ്ങൾ. ഇത് തല എവിടെയും പണയം വെച്ചിട്ടില്ല. ഞങ്ങൾ കാന്തപുരത്തിന്റെ ഒരു നക്കാപ്പിച്ചയും വാങ്ങാത്തത് കൊണ്ട് ഞങ്ങളുടെ ആദർശം ഞങ്ങളെന്നും വിശുദ്ധമായി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാന്തപുരത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. കാന്തപുരത്തിനെ ഇപ്പൊ എന്നോട് ഭീഷണി എന്താണെന്നറിയോ? കാന്തപുരത്ത് കാല് കുത്താൻ പറ്റൂല ഇങ്ങനെ തന്നെ ആണെങ്കിൽ. അങ്ങനത്തെ ഒരു കാല് നിങ്ങളങ്ങ് എടുത്തോളി, ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നവരല്ല. SKSFന്റെ കുട്ടികൾ അങ്ങനെ ഭയപ്പെടൂല.
നിങ്ങൾ അങ്ങനെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അപകടം എന്നല്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനും മറുപടി പറയാതെ, അതിനൊന്നും സമാധാനം പറയാതെ നിങ്ങൾ കേരളത്തിൽ നിൽക്കാനും പറ്റൂല, കാന്തപുരത്തും നിൽക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ മുസ്ലിം ലീഗ് ഇപ്പം ആ പഴയ ലീഗ് ഇനി തെരഞ്ഞെടുപ്പിൽ പെണ്ണുങ്ങളെ നിർത്തൂല എന്ന് പ്രഖ്യാപിച്ചോ? കാന്തപുരത്തിനോട് അല്ല എഴുതി കൊടുത്തോ? അതുപോലെ പലിശ ബാങ്കിൽക്ക് മത്സരിക്കുന്നു മുസ്ലിം ലീഗ്, അതുകൊണ്ട് അത് പറ്റൂല, അവരായിട്ട് ബന്ധം പറ്റൂല. ഒരുപാട് എസ് ബുക്ക് സ്റ്റാളിൽ ഒരുപാട് കോപ്പികൾ, ഒരുപാട് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലെ എന്റെ സെൽഫിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കിയ ഒരുപാട് കോപ്പികൾ, ആ കോപ്പികളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ഈ മുസ്ലിം ലീഗിനെ എതിർക്കാനും സമസ്തയെ എതിർക്കാനും നിങ്ങൾ ഒരുപാട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പ്രസംഗിച്ചെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചത് എന്റെ കയ്യിലുണ്ട്, ഇപ്പോഴും തെളിവുണ്ട്. എന്നിട്ട് ഇപ്പം ശംസുൽ ആരാ നിങ്ങൾക്ക്? മഹാപണ്ഡിതൻ, സൂര്യ തേജസ്, മഹാനായ ആരിഫ്. ഇപ്പൊ ശംസുൽ മഹാൻ, കണ്ണിയത്ത് ഉസ്താദ് മഹാൻ. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ ഒരു SSFകാരന് മാതൃസംഘടന സമസ്തയിലേക്ക് ഇങ്ങളെ തട്ടിപ്പ് മനസ്സിലാക്കി മാതൃസംഘടനയ്ക്ക് വന്നെങ്കിൽ ഓഹനങ്ങൾ എന്ത് ഭീഷണി ഉയർത്തിയാലും അതിലൊരു കാര്യമില്ല. ഇതുപോലെ ഒരുപാട് രാഷ്ട്രീയ നിലപാടാവട്ടെ, പൊതുവിഷയത്തിലുള്ള യോജിപ്പ് വിഷയത്താവട്ടെ, എത്ര കമ്മിറ്റിയിൽ കൂട്ടരെ നിങ്ങളിപ്പോ സംയോജിതമായി നീങ്ങുന്നുണ്ട്, എത്ര മുജാഹിദീൻ. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നു, ഇപ്പൊ ബഹ്റൈനിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പള്ളിയിൽ, അറാദ് പള്ളിയിൽ ഖുതുബ നിർവഹണം നടത്തി. അന്ന് SKSFന്റെ കുട്ടികൾ പറഞ്ഞു, കാന്തപുരത്തിന്റെ പള്ളിയിൽ നിന്ന് സ്ത്രീകൾ ജുമാക്ക് പങ്കെടുക്കുന്ന പള്ളിയിൽ കാന്തപുരം ഖുതുബ നടത്തി. അന്ന് ഖുതുബ നടത്തിയത് വലിയൊരു ഗീർവാണായിട്ട്, വലിയൊരു പ്രശസ്തിയായിട്ട്. അങ്ങനെയാണല്ലോ, അങ്ങനത്തെ പ്രശസ്തികളാണല്ലോ എടുത്തു പറയാ. ഈ പ്രശസ്തി എടുത്തു പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടോ, ആ കഥ ഞാൻ പറയുന്നില്ല. സ്വപ്നജീവിന്റെ ഒരു കഥ ഉണ്ട്, ആ കഥനേക്കാളും വലിയ കഥ ഒക്കെ വേറെ ഉണ്ട്. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തില് ഒരു CM വൈദ്യുതാന്റെ ഒരു ആണ്ട് നേർച്ച ഉണ്ടായിരുന്നു. അന്നൊരു അശ്വനി, മറ്റേ അശ്വനിന്റെ ബാക്കി തന്നെ ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു, സ്വപ്നജീവിന്റെ. അപ്പൊ അയാൾ അന്നൊരു പ്രഭാഷണം നടത്തി. ഞാൻ അത്ഭുതപ്പെട്ടാണ് ഈ കൂട്ടര കാര്യം. അജ്മീർ ഷെയ്ഖിന്റെ അടുത്ത് കുറെ കാലങ്ങളായി താമസിച്ച് അവിടെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാള് സ്വപ്നം കണ്ടുപോലും, എന്ത്, നിങ്ങൾ ഉടനെ കാന്തപുരത്ത് പോണോന്ന്. കാരണം പറയാൻ പറ്റൂല, അത് ഉണ്ടായിക്കൂടായല്ല. കാരണം എന്താ വെച്ചാല് പിന്നെ കാന്തപുരത്തിന്റെ സ്ഥാനം CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ കാന്തപുരത്തിന്റെ സ്ഥാനം ഈ അദൃശ്യ പുരുഷന്മാരുടെ കൂട്ടത്തിലുള്ള റിജാലുൽ ഗൈബിൽപ്പെട്ട റിജാലുൽ ഗൈബിന്റെ ഒരു സൂറയിൽപ്പെട്ട ഒരു അംഗം, പ്രധാനപ്പെട്ട അംഗമാണ്. അതിന്റെ ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും, കാരണം ഇവിടുത്തെ അല്ലെ സെക്രട്ടറി ആയിരിക്കും. കാരണം കേരളത്തിൽ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് അഖിലേന്ത്യയിലേക്ക് പോയതാണല്ലോ. അപ്പൊ കേരളത്തിൽ സെക്രട്ടറി കിട്ടാണോ നേരെ സൂറന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ പോയതായിരിക്കും. ഏതോ ആവട്ടെ. അപ്പൊ എന്നാ ആ സഹോദരൻ, ആ സുഹൃത്ത് പ്രസംഗിച്ചതാണ്, അജ്മീർ ഷെയ്ഖ് സ്വപ്നം കാണിച്ചു കൊടുത്തു പോലും കാന്തപുരത്തിനെ പോയി കാണാൻ. അപ്പൊ എന്നിട്ട് സാധു കാന്തപുരം അങ്ങാടിയിൽ വന്നിട്ട് വീട് കാണാതെ തപ്പിത്തെരയാണെന്നാ. ഇപ്പൊ ഇവരെല്ലാരും കൂടി കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ വിഡ്ഢിത്തരം കേൾക്കാനും ഈ മൗഢ്യമായ ഈ വിഷയങ്ങൾ കേൾക്കാന് നിങ്ങളെപ്പോലത്തെ ബുദ്ധി പണയം വെച്ചവർക്ക് സാധിക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ NB അബൂബക്കർ എന്ന് പറയുന്ന സുഹൃത്തെങ്ങാനും ഈ ക്ലാസ് റൂമിലെ എന്റെ വിഷയാവതരണം കേൾക്കുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആത്മാർത്ഥമായി നിങ്ങളെ നേതാവിനെ കുറിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നേതാവ് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം കള്ളത്തരങ്ങൾ, ഞങ്ങൾ നിങ്ങൾ പോലെ എഴുതാൻ അറിയാത്തത് കൊണ്ടൊന്നല്ല ഞങ്ങൾ എഴുതാതിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ലജ്ജുണ്ട്, ഒരു പരിധിയുണ്ട്. പക്ഷേ എന്നും ഞങ്ങൾ ആ പരിധിയും വെച്ചിട്ട് ഞങ്ങൾ നടക്കൂല. നിങ്ങൾ ഇങ്ങനെ കുറെ വേണ്ടാത്തരങ്ങൾ ഇങ്ങനെ എഴുതി ഞങ്ങളെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെ കുറിച്ച് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തട്ടിപ്പുകൾ ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് ഇപ്പോ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നല്ലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, നല്ലൊരു വിഷയ സംബന്ധമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറിയതിനും അതുപോലെ തന്നെ ഉസ്താദുമാരോടും ഞാൻ പ്രത്യേകമായി ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഒരു ധൈര്യം, ഒരു സന്തോഷ വാർത്ത നമ്മളെ ക്ലാസ് റൂമിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളോടും അതുപോലെ പ്രവർത്തകന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള
ആളുകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്നും ഭയപ്പെടണ്ട, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, ആയിരങ്ങളുണ്ട്, ഒന്നും ഭയപ്പെടണ്ട. ഇവര് ആള് മാറി ചിലപ്പോ മുജാഹിദിന്റെ വേഷത്തിൽ വരെ നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിട്ട്, മുജാഹിദിന്റെ രൂപത്തിൽ വരെ ക്ലാസ് റൂമിൽ വന്നിട്ട് പറയും. നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ കൈകെട്ടുന്നതിനെ കുറിച്ച്, എന്താ ഇവർക്ക് പറയാൻ മടി? ഞാൻ പറയുന്നു, ഞാൻ 17 കൊല്ലം കാന്തപുരംകാരനായിരുന്നു, ഇപ്പൊ ഞാൻ സമസ്തക്കാരനാണ്. തന്റെ അടുത്തോട് പറയും, ആത്മാഭിമാനത്തോടുകൂടി പറയും. അങ്ങനെ പറയാൻ ചങ്കൂറ്റുള്ള SSFകാരുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ നിങ്ങൾ ക്ലാസ് റൂമിൽ വരി. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്ക്. ഞങ്ങളെ ക്ലാസ് റൂമിലുള്ള ഒരൊറ്റ നേതാക്കന്മാരും, ഞങ്ങളെ ഒരു നേതാക്കന്മാരും നിങ്ങളെ തടയുകയോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയല്ല. നിങ്ങൾ ചോദിക്ക്, എന്നിട്ട് സത്യം മനസ്സിലാക്കുക, എന്നിട്ട് സമസ്തയിലേക്ക് വരി എന്നും മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് സുന്നി ഐക്യം ഒരു മരീചികയൊന്നല്ല. സുന്നി ഐക്യം ഉണ്ടാക്കൂ. നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ ആദ്യം അവസാനിപ്പിച്ച് മാതൃസംഘടനയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഉസ്താദുമാരോടും എല്ലാ ക്ലാസ് റൂമിലെ ശ്രോതാക്കളോടും ഈ വിനീതന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാരെ കുറിച്ചോ ഉസ്താദുമാരെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ കുറ്റങ്ങളും ആ പൊരുത്തക്കേടുകളിൽ നിന്നൊക്കെ അള്ളാഹു എന്നെ മുക്തമാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നൂർ ഫൈസി ഉസ്താദിനോടും എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.